വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളുടെ നമ്മുടെ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ സെഷനാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക. എന്നിട്ട് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് വരാനുണ്ട്. അങ്ങനെ 4 പാർട്ടോട് കൂടി നിങ്ങൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കാൻ പോകുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾക്കറിയാം 4 ടോപ്പിക്കാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഒന്ന് സ്ക്വയർ പിരമിഡ് അഥവാ സമചതുരസ്തൂപിക, കോൺ അഥവാ വൃത്തസ്തൂപിക. ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് ഗോളവും അർദ്ധഗോളവുമാണ്, അഥവാ സ്ഫിയറും അതോടൊപ്പം തന്നെ ഹെമിസ്ഫിയറും. ഓക്കെ, ഇതിൽ നിങ്ങൾ ആകെ കുറച്ച് ഇക്വേഷനെ പഠിക്കാനുള്ളതിൽ പ്രത്യേകിച്ച് ട്രയാങ്കിൾ ഒന്നുമില്ല. ഒന്നായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഈ കാണുന്നതും ഇതിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, ഇത് രണ്ടും എന്താണ്? ഇതിൻ്റെ റേഡിയസ് ആണ്. രണ്ടാമതായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. കാരണം ഇതിന് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മുഖം മാത്രമേ ഉള്ളൂ. അത് 4πr² ആണ്. ഓക്കെ, എന്നാൽ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനൊരു കേർവ്ഡ് സർഫസ് ഏരിയ അഥവാ വക്രതല പരപ്പളവുണ്ട്. ഇതിൻ്റെ ബേസ് ഏരിയ അഥവാ പാദ പരപ്പളവുണ്ട്. അങ്ങനെ 2 കാര്യങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ ബേസ് ഏരിയ എന്നാൽ πr² ആണ്. ഓക്കെ, ഇത് മൊത്തത്തിൽ 4πr² ആണ്. ഇതിൻ്റെ കറക്റ്റ് പകുതി ഈ ഒരു ഷേപ്പിൽ വരുന്നത് 2πr² ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ πr² + 2πr². അപ്പോൾ മാറിപ്പോവരുത്. സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെത് 4πr² ആണെങ്കിൽ ഇതിൻ്റെത് 3πr² ആണ്. മാറിപ്പോവരുത്. വോള്യം വരികയാണെങ്കിൽ നേരെ തിരിച്ചല്ല, സാധാ പോലെ. ഇതിൻ്റെ വോള്യം എന്ന് പറഞ്ഞാൽ 4/3πr³ ആണ്. വോള്യത്തിൽ ക്യൂബ്, സർഫസ് ഏരിയ അഥവാ പരപ്പളവിൽ സ്ക്വയർ. ഇതിൻ്റെ നേരെ തിരിച്ചല്ല. ഇതിൻ്റെ എത്ര ലിറ്ററാണോ കൊള്ളുന്നത്, ഈ പാത്രത്തിൽ എത്ര ലിറ്റർ കൊള്ളുമോ അതിൻ്റെ പകുതി അതിൽ കൊള്ളുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിലുള്ള അളവാണ്. സോ ഇതിൻ്റെത് 4ൻ്റെ പകുതി 2, 2/3πr³ ആണ്. ഫോർ എക്സാമ്പിൾ ഇതിൽ 100 ലിറ്റർ കൊള്ളെങ്കിൽ ഇതിൽ 50 ലിറ്ററേ കൊള്ളുള്ളൂ. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് മുഴുവൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വന്ന 5 മാർക്ക്, ഏറ്റവും കൂടുതൽ ഈ ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാനുള്ളത് 4 മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം എ ക്യൂബ് ഓഫ് സൈഡ് 6 cm ലാർജസ്റ്റ് സ്ഫിയർ ഈസ് കാർവ്ഡ് ഔട്ട്. ഒരു ക്യൂബ് സമചതുര കട്ടയാണ്. അതിൻ്റെ പുറംഭാഗം മാത്രം ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് 6 cm ആണ്. ഇതിൽ നിന്നും പരമാവധി വലുപ്പമുള്ള ഒരു എന്തുണ്ടാക്കുന്നു? ഒരു ഗോളം ചെത്തിയെടുക്കുന്നു. ഇവിടെയൊക്കെ ചെത്തിയെടുക്കുന്നു. ഇതൊക്കെ ചെത്തി എന്താക്കുന്നു? ഒരു സ്ഫിയർ ഉണ്ടാക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദിസ് സ്ഫിയർ? ഇതിൻ്റെ വ്യാപ്തം എത്ര എന്നാണ്. സോ നമുക്കെന്തറിയാം, ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം എന്നാൽ 4/3πr³ ആണ്. ഓക്കെ, 4/3πr³. അപ്പോൾ ആൻസറായി 4/3 × π × ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഡയമീറ്റർ ആണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്നാൽ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ഈ നീളം 6 ആണ്, കാരണം ഈ നീളം 6 ആണ്. പിന്നെ റേഡിയസ് എത്രയായിരിക്കും? 3. സോ 4/3 × π × 3³ 3 × 3 × 3. അപ്പോൾ ആൻസറായി 3 3 വെട്ട 3 × 3 9, 9 × 4 36π cm³. ഇതാണ് ഇതിൻ്റെ വോള്യം. ഓക്കെ, അത്ര ചെയ്താൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ്? 1 മാർക്കാണ്. അടുത്ത ചോദ്യം, ഈ ഗോളത്തെ 2 സമഭാഗങ്ങളാക്കിയാൽ, ഈ ഗോളം അഥവാ സ്ഫിയറിനെ 2 സമഭാഗങ്ങളാക്കുന്നു, നേരെ മുറിക്കുന്നു, കറക്റ്റ് പകുതിയാക്കി മുറിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു അർദ്ധഗോളത്തിന് ശരിക്കും ഇതിന് 3 മാർക്കാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിന് എത്ര മാർക്കാണ്? 3 മാർക്കാണ്. ഇതിൻ്റെ അർദ്ധഗോളം അഥവാ ഹെമിസ്ഫിയറിൻ്റെ വോള്യം എത്ര? അപ്പോൾ നമുക്കറിയാം, ഇത് 36 ആണെങ്കിൽ അതിൻ്റെ വോള്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി ആയിരിക്കും, 18π ആയിരിക്കും. ഇത്ര ചെയ്താൽ മതി. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ 2/3 × π × 3 × 3 × 3 സെയിം ആൻസർ തന്നെ കിട്ടും. 3 × 3 9, 9 × 2 18. 4 മാർക്കാണ്. സെറ്റല്ലേ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മക്കളെ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ദ റേഡിയസ് ഓഫ് എ സോളിഡ് മെറ്റൽ സ്ഫിയർ ഈസ് 6 cm. ഒരു സോളിഡ് മെറ്റൽ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞത് 6 ആണ്. രണ്ടും ചെയ്താൽ 6. ഒന്നാം ക്വസ്റ്റ്യൻ ഇതിൻ്റെ വോള്യം എത്ര? നമ്മളിപ്പോൾ ചെയ്തു അല്ലേ? വോള്യം എത്രയാണ്? നേരത്തെ 3 ആണ് ചെയ്തത്. 4/3 × π × r³. 6 × 6 × 6. 6 × 6 36, 36 × 2 72, 72 × 4 288. മക്കളെ, നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ആയിട്ടെങ്കിലും രേഖപ്പെടുത്തണം കേട്ടോ. കാരണം നിങ്ങൾ തരുന്ന കമൻറ്റുകളാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ദിസ് സ്ഫിയർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ എ സോളിഡ് കോൺ. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ നിങ്ങൾ കോണിൻ്റെ ഒരു വീഡിയോ കണ്ടില്ലേ? അവിടെ ഞാനൊരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന സ്ഫിയർ, ഈ കാണുന്ന ഗോളം ഞാൻ ഉരുക്കിയിട്ട് ഒരു കോൺ ഉണ്ടാക്കുന്നു. ഒരു കോൺ, അത് ഇതും ഒന്നെണ്ണേ ഉള്ളൂ, ഇതും ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. കുറേ എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എത്ര എണ്ണം എന്ന് കാണാനാണെങ്കിൽ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താക്കുക? ഇക്വേറ്റ് ചെയ്യുക. ഈ ഗോളം ഉരുക്കി കട്ടിയായ വൃത്തസ്തൂപിക നിർമ്മിച്ചു. അതായത് ഈ സ്ഫിയർ ഉരുക്കിയിട്ടുണ്ടാക്കുന്നു ഒരു വൃത്തസ്തൂപിക നിർമ്മിച്ചു. ആരം 6 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ
ഉയരം റേഡിയസ് എങ്കിൽ ഇതിൻ്റെ ആരം എന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കാം. രണ്ടിൻ്റെ വോളിയം സെയിം ആണ്. V1 = V2 ആണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്നാൽ 4/3 പൈ r³ ആണ്. ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 പൈ r². രണ്ടിൻ്റെ റേഡിയസ് ഡിഫറൻ്റ് ആണ്. r1² h ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 4/3 × പൈ × r³ പറഞ്ഞാൽ 6 × 6 × 6 ആണ്. ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 × പൈ × ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? ക്വസ്റ്റിൽ കൃത്യമായിട്ട് തന്നു. റേഡിയസ് എന്താണ്? 6 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6 × 6² ഹൈറ്റ് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ട് ഭാഗത്ത് ഒരേപോലെ ഉണ്ട്. വെട്ടാം. /3 ഉണ്ട്, /3 ഉണ്ട് വെട്ടി. പൈ ഉണ്ട് വെട്ടി. 6 ഉണ്ട്, 6 ഉണ്ട് വെട്ടി. 6 ഉണ്ട്, 6 ഉണ്ട് വെട്ടി. ബാക്കി ആര് വന്നു? 6 × 4 24 = ഹൈറ്റ്. ഫുൾ മാർക്ക്. ഇത്ര എഴുതിയാൽ എത്ര മാർക്കാണ്? ഫുൾ മാർക്കാണ്. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ പവർഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2022 തോന്നുന്നു 6 മാർക്കും ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇപ്രാവശ്യം നിങ്ങൾക്കത് 6 മാർക്കിനൊന്നും ഉണ്ടാവില്ല, 4 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കും കേട്ടോ. C ക്വസ്റ്റ്യൻ അല്ല, B ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, നല്ല രസമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ കാണുന്ന റേഷ്യോ വെച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാം. ദ ഡയമീറ്റേഴ്സ് ഓഫ് 2 സ്ഫിയർ ആർ ഇൻ ദ റേഷ്യോ. 2 സ്ഫിയർ ഗോളങ്ങളുടെ 2 എണ്ണൻ്റെ ആരങ്ങളല്ല വ്യാസങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് D1 = D2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1:2 ആണ്. നമുക്കറിയാം ഇതേ അംശബന്ധത്തിൽ തന്നെയാണ് അതിൻ്റെ നേരെ പകുതിയിലെ D1/D2. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ റേഡിയസ് 4 ഇതിൻ്റെ റേഡിയസ് 6 ആണെന്ന് കൂട്ടിക്കോ. ഡയമീറ്റർ വ്യാസം. ഇതിൻ്റെ ഡയമീറ്റർ 4 ഇതിൻ്റെ ഡയമീറ്റർ 6. വ്യാസം 2 4 6 ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ എത്ര? 4:6. അതായത് 2:3 അല്ലേ? അപ്പോൾ ഇതിൻ്റെ റേഡിയസ് തമ്മിലോ, ഇതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 2. ഇതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 3. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്താണ്? 2:3 തന്നെയാണ്. അപ്പോൾ ഡയമീറ്ററിൻ്റെ റേഷ്യോ എന്താണോ അത് തന്നെ ആയിരിക്കും എന്തിനും വരിക? റേഡിയസിന് വരിക. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഇതിൻ്റെ ആരങ്ങൾ തമ്മിലുള്ള റേഷ്യോ എത്ര? 1:2. സെയിം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയാസ്. അതിൻ്റെ വക്രതല പരപ്പളവ്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? വക്രതല പരപ്പളാണ്. അപ്പോൾ ഇതിൻ്റെ സർഫസ് ഏരിയ എന്ന് എന്താ? 4πr1² = 4πr2². ഒരേപോലതൊക്കെ വെട്ടാം. 4ഉം 4ഉം വെട്ടാം, പൈയും വെട്ടാം. r1² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഇത് നോക്കണ്ട കേട്ടോ, ഇത് ഞാൻ എക്സാമ്പിളിൽ കാണിച്ചു തന്നുള്ളൂ. r1² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. സോ 1² = 2² 1:4 ആണ്. അപ്പോൾ ഇത്ര ചെയ്താൽ 2 മാർക്ക്. ഇതിനൊരു മാർക്ക്, ഇതിന് 2 മാർക്ക്. അടുത്ത 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത്. ഒന്നാമത്തെ, ഇഫ് ദ സർഫസ് ഏരിയ ഓഫ് ദി ഫസ്റ്റ് സ്ഫിയർ. ഒന്നാമത്തെ ഇതിപ്പോൾ നമുക്ക് കിട്ടി. ഇതിൻ്റെ സർഫസ് ഏരിയ ആണ് ഉപരിതല പരപ്പളവ്. ഈ 1ൻ്റെ സ്ഥാനത്ത് 10 ആണെങ്കിൽ 2ൻ്റെ സ്ഥാനത്ത് എത്രയ്ക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തതിൻ്റെ പരപ്പളവ് 10 പൈ ആണെങ്കിൽ രണ്ടാമത്തിൻ്റെ പരപ്പളവ് എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1:4 ആയതുകൊണ്ട് ഇത് 10 പൈ ആണ്. ഇത് എത്രയായിരിക്കും? 4 × 10 പൈ. ദാറ്റ് ഈസ് = 40 പൈ എന്ന് കിട്ടും. സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഇത്ര എഴുതി കഴിഞ്ഞാൽ എത്ര മാർക്കാണ്? 5 മാർക്കാണ്. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പവർഫുൾ ആണ്. അറിയുന്ന ആളുകൾക്കേ ഉത്തരം എന്താക്കാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ഐഡിയ ക്ലിയർ ആണല്ലോ മക്കളെ? ഐഡിയ ക്ലിയർ ആണല്ലോ? ഇനി ഒരു 3 ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ, അല്ലെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ ഈ ടോപ്പിക് എന്തായി? മുഴുവനും കഴിഞ്ഞു കേട്ടോ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ മക്കളെ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. ഇത് സ്ഫിയർ ആണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മലയാളം മീഡിയം കുട്ടിയൊക്കെ ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ദർ ആർ 2 സിലിണ്ടറിക്കൽ വുഡൻ. 2 സിലിണ്ടർ ഷേപ്പിലുള്ള വുഡൻ എന്തുണ്ട്? മരത്തിൻ്റെ കഷ്ണമുണ്ട്. 2 എണ്ണം ഉണ്ടേ. ഓക്കെ, എന്നിട്ട് എന്ത് പറയാണ്? ബോക്സ് വിത്ത് ഡയമീറ്റർ 60 cm ആൻഡ് ഹൈറ്റ് 60. രണ്ടും സെയിം ആണ്. ഡയമീറ്ററും 60, ഹൈറ്റും 60. ഓക്കെ, എ ലാർജസ്റ്റ് കോൺ ഈസ് കാർവ്ഡ് ഔട്ട് ഫ്രം 1 ബ്ലോക്ക്. ഇതിൽ നിന്ന് ഏറ്റവും വലിയ ഒരു കോൺ, വൃത്തസ്തൂപിക നമ്മൾ മുറിച്ചെടുക്കുന്നു. ഓക്കെ, ആൻഡ് ലാർജസ്റ്റ് സ്ഫിയർ ഫ്രം ദി അതർ. ഇതിൽ നമ്മൾ ഏറ്റവും വലുപ്പമുള്ള ഒരു സ്ഫിയർ, ഒരു ഗോളവും മുറിച്ചെടുക്കുന്നു. ഏറ്റവും വലുപ്പമുള്ള ഒരു ഗോളം. ചിത്രം നോക്കണ്ട കേട്ടോ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി സിലിണ്ടർ? ഈ സിലിണ്ടറിൻ്റെ വോളിയം എത്ര മക്കളെ? സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ πr² h ആണ്. 1/3 അങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ π × r എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 × 30 ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ആണ്. ഓക്കെ, ഇതിലൂടെ ഗുണിച്ചാൽ എത്ര? 3 × 3 9, 9 × 6 54. എത്ര? 5400 അല്ലേ? 900 × 60 എത്രടാ? 900 × 60 900 × 10 9000 9000 × 9 6 54 54,000 m3. ഫൈൻഡ് ദ വോളിയം ഓഫ് ദി കോൺ. നമുക്കറിയാം സിലിണ്ടറിൻ്റെ വോളിയം എത്രയാണോ അതിനെ 3 കൊണ്ട് ചെയ്താൽ, അതായത് 1/3 πr² h ആണ് എന്ത് എന്ന് പറയുന്നത്?
വോള്യം, ഇതിൻ്റെ കോണിൻ്റെ വോള്യം. അപ്പോൾ എ ക്വസ്റ്റ്യൻ ചെയ്തു. ബി ക്വസ്റ്റ്യൻ എന്താണ് ആണ് എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്താണ്? വോള്യം ഈസ് ഈക്വൽ ടു 1/3 πr²h. അതായത് πr² ഓൾറെഡി അറിയാം. 1/3 ഇൻറ്റു πr² ഓൾറെഡി നമ്മൾ ചെയ്തു. ദാറ്റ് ഈസ് 54,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 18,000 വരും. 18 സെൻറ്റിമീറ്റർ ആണ് സെൻറ്റിമീറ്റർ, മീറ്റർ ആണ് മീറ്റർ. ഓക്കെ, സെൻറ്റിമീറ്റർ ആണ് സെൻറ്റിമീറ്റർ ക്യൂബ്. അത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സ്ഫിയർ. സ്ഫിയറിൻ്റെ റേഡിയസ് എത്ര? നന്നായിട്ട് ശ്രദ്ധിക്കുക. സ്ഫിയറിൻ്റെ റേഡിയസ് എത്ര ആയിക്കടാ നിങ്ങൾ പറഞ്ഞേ? ഇതിൻ്റെ മൊത്തം ഡയമീറ്റർ 60 ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് എത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? 30 ആയിരിക്കും. സി ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? റേഡിയസ് 30. ചിത്രം കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? സിലിണ്ടർ ഉള്ളത് മാക്സിമം വലുപ്പമുള്ള, അപ്പോൾ അതായിരിക്കും ഡയമീറ്റർ ഉണ്ടാവുക. കാരണം രണ്ടും ബേസും ഹൈറ്റും സെയിം ആണ്, അതുകൊണ്ട് സ്ഫിയർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ബേസ് ഡയമീറ്ററും ഹൈറ്റും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം? സ്ഫിയർ ഉണ്ടാക്കാം. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദി സ്ഫിയർ. വോളിയം ഓഫ് ദി സ്ഫിയർ കാണാൻ 4/3 πr³. r³ പറഞ്ഞാൽ 30 × 30 × 30. ഒരു 30നെ 3നെ വെട്ടാം 10. ഓക്കെ, 3 × 30 × 30 900. 900 × 4 3600. 3600 × 10 36,000 π മീറ്റർ ക്യൂബ്. പൈ ഇടണേ, നേരത്തെ പൈ ഇട്ടിട്ടില്ലെങ്കിൽ പൈ ഇടണേ. മാറിപ്പോയത്. പൈ ഇടണം. ഓക്കെ, പൈ ഇടാത്ത ആളുകൾ പൈ ഇടണേ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി വോളിയം ഓഫ് ദി കോൺ ആൻഡ് ദി സ്ഫിയർ. കോണിൻ്റെയും സ്ഫിയറിൻ്റെയും അംശബന്ധം എത്ര? അപ്പം കോണാണ് ആദ്യം ചോദിച്ചത്. കോണായതുകൊണ്ട് 36,000. ഇത് എത്ര കിട്ടി? കോണിൻ്റെയും കോൺ 18 അല്ലേ? 18,000. മറ്റേ 36,000 സ്ഫിയർ. അപ്പോൾ പയ്യും വെട്ടാം. 0 വെട്ടാം. 18 36 വെട്ടാം. 1:2 ആണ് ഇതിൻ്റെ ആൻസർ ഉണ്ടാവുക. ഒരു 5 മാർക്കിൻ്റെ കിടിലം ക്വസ്റ്റ്യൻ ആണ്. കുറേ ആളുകൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മലയാളം മീഡിയം കുട്ടികൾക്കും ആ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി ആ ക്വസ്റ്റ്യൻ മലയാളം മീഡിയം കുട്ടികൾക്ക് ഇല്ല എന്ന് വിചാരിക്കേണ്ട, ചോദ്യം ചെയ്തു നോക്കാം. ഓക്കെ, അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മക്കളെ. എ സോളിഡ് മെറ്റാലിക് സ്ഫിയർ ഓഫ് റേഡിയസ് 6 cm കട്ട് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ്. ഇത് 6 cm റേഡിയസ് ഉള്ള അല്ലേ? അത് ഞാൻ കറക്റ്റ് എന്താക്കുന്നു? ഇപ്പോൾ കറക്റ്റ് 2 കഷ്ണമാക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ? രണ്ടിൻ്റെയും അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും സർഫസ് ഏരിയ. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സർഫസ് ഏരിയ ഒരു ഈച്ച് ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയർ ആണ് കേട്ടോ. അവിടെ 3 πr² വരും. മാറിപ്പോകരുത്. സോ 3 × π × r² 6². 108 π വരും. മാറിപ്പോരുതേ. യെസ്, അപ്പോൾ ഒന്നാമതിൻ്റെ ആൻസർ 108 π ആണ്. മാറിപ്പോകരുത്. വൺ ഓഫ് ദീസ് ഹെമിസ്ഫിയർ ഈസ് മെൽറ്റഡ് ആർ റീകാസ്റ്റ്. ഇതിൽ നിന്നും ഒരു ഹെമിസ്ഫിയർ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുന്നു. എന്താ റീകാസ്റ്റ് ചെയ്യുന്നത്? ഒരു ഹെമിസ്ഫിയർ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുന്നു. എന്താക്കിയിട്ടാണ് റീകാസ്റ്റ് ചെയ്യുന്നത്? കോൺ ഓഫ് ദി സെയിം റേഡിയസ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി കോൺ. അതായത് ഒന്ന് ഉരുക്കിയിട്ട് ഒന്നാക്കുക, കോൺ ഉണ്ടാക്കുക. അപ്പോൾ രണ്ടിൻ്റെ വോളിയം സെയിം ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെത് 4/3 × π × r³. 6 × 6 × 6 ആണ്. ഇതിൻ്റെ റേഡിയസ് സെയിം തന്നിട്ടുണ്ട്. റേഡിയസ് സെയിം ആണ്. r സെയിം ആണ്. 6 1/3 × π × r²h. 6 × 6 × ഹൈറ്റ്. നമുക്ക് ഏതൊക്കെ വെട്ടാം? 3 വെട്ടാം. 6ഉം 6ഉം വെട്ടാം. 6ഉം 6ഉം വെട്ടാം. പൈയും വെട്ടാം. സെയിം ആൻസർ 24 = ഹൈറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് എപ്പോഴും ശ്രദ്ധിക്കുക. ഒന്നിൽ നിന്ന് ഒന്നാണ് ഉണ്ടാക്കണമെങ്കിൽ ഈക്വേറ്റ് ചെയ്യുക. എത്ര എണ്ണം എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട് 2 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ. സോ ഒരു കോംപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എന്താക്കാണ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി ജസ്റ്റ് ഒന്ന് തന്നുള്ളൂ നിങ്ങൾക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ദ റേഡിയസ് ഓഫ് എ സോളിഡ് സ്ഫിയർ ഈസ് 6 cm. ഫൈൻഡ് ഇറ്റ്സ് വോളിയം ആൻഡ് സർഫസ് ഏരിയ. സോളിഡ് സ്ഫിയറിൻ്റെ റേഡിയസ് 6 ആണ്. അപ്പോൾ ഇതുവരെ എന്ന ക്വസ്റ്റ്യൻസിൽ കൂടുതലും ചോദിച്ചത് റേഡിയസ് 6 ആയിട്ടാണ് ചോദിച്ചത്. റേഡിയസ് 6. പിന്നെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³. 6 × 6 × 6 ഓൾറെഡി ചെയ്താണ്. 108 കിട്ടും അല്ലേ? 108 അല്ലേ കിട്ടി? 6 × 6 36. 36 × 3 108. ചെറിയ മാറ്റമുണ്ട്. വോളിയം അല്ലേ? πr³. 6 × 6 36. 36 × 3 36 × 3 എത്രടാ? 108. 108 × 4 400. ഓക്കെ, 36 × 108 × 4 4 32 2 3 4 432 അല്ലേ? ഓക്കെ, 432 π. ഓക്കെ, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? വാട്ട് ഈസ് ദ വോളിയം ആൻഡ് സർഫസ് ഏരിയ? സർഫസ് ഏരിയ ആണെങ്കിൽ 4 πr² ആണ്.
സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് സർഫസ് ഏരിയ ദാറ്റ് ഈസ് 4 പൈ ആർ സ്ക്വയർ. 4 × പൈ × ആർ സ്ക്വയർ 6 സ്ക്വയർ. 36 × 4 36 × 120 154 പൈ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ഇറ്റ് ഈസ് കട്ട് ഇൻ ടു ഈക്വൽ ഹാഫ്സ്, ഇത് നമ്മൾ കറക്റ്റ് 2 പോർഷനാക്കാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ? 2ൻ്റെ ഹെമിസ്ഫിയർ ടോട്ടൽ സർഫേസ് ഏരിയ എത്ര? അപ്പോൾ ഇത് മൊത്തം 6 ആണെങ്കിൽ ടോട്ടൽ സർഫേസിന് 3 × പൈ ആർ സ്ക്വയർ ആണ്. 3 പൈ ആർ സ്ക്വയർ. 6 × 6 36 36 × 3 108 പൈ വരും. ഓക്കെ, ഇതിൻ്റെ എത്ര? 144 ആവുന്നത്, കാരണം അത് ടോട്ടലാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി വരില്ല, 3 പൈ ആർ സ്ക്വയർ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ഹെമിസ്ഫിയർ? വോളിയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് പകുതി. 432 പകുതി എത്ര? 200 216 അല്ലേ? വോളിയം ഈസ് ഈക്വൽ ടു 2/3 പൈ ആർ ക്യൂബ്. 6 × 6 × 6. ഓക്കെ, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എത്ര ആണെങ്കിലും അത് നിങ്ങൾ എത്ര വരുന്നത് കമൻറ്റ് ചെയ്യുക. സോ ഇത്രേ ഉള്ളൂ ഈ കാണുന്ന ടോപ്പിക്. ഇതോടുകൂടി നിങ്ങൾ എന്താക്കി കഴിഞ്ഞു? ഈ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് സ്ഫിയറിൻ്റെ മുകളിൽ ഹെമിസ്ഫിയർ, അതേപോലെ തന്നെ എന്താ പറയുക, സ്ഫിയറിൻ്റെ മുകളിൽ കോണ്, ഗോളത്തിൻ്റെ അർദ്ധഗോളത്തിൻ്റെ മുകളിൽ വൃത്തസ്തൂപിക, അങ്ങനെ കുറച്ച് ഷേപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ എന്താക്കാണ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താക്കാം ഒരു വീഡിയോ കൂടി ആയിട്ട് ചെയ്തു തരാം. അതുകൂടി ഞാൻ ഈ ചാപ്റ്റർ എന്തായി ഫിനിഷ് ആയിട്ടോ. സോ ഈ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത ചാപ്റ്റർ ഏത് വേണമെന്ന് കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.